5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പറഞ്ഞ് വർഗീയ തെരഞ്ഞെടുപ്പായി. നല്ല രസകരമായ വർഗീയത ഇങ്ങനെ വിഷപ്പാമ്പുകൾ നിറഞ്ഞാടുകയാണ്. പല വർഗീയ സംഘടനകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ദേശവിരുദ്ധ ശക്തികളെ എല്ലാവരും ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവരെല്ലാവരും കൂടി എല്ലാവരെയും പങ്കുവച്ചെടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെയുള്ള CPM-ൻ്റെ കൂടെയാണെങ്കിൽ PDP ഉണ്ട്, അതുപോലെ തന്നെ അൻവറിൻ്റെ കൂടെ SDP ഉണ്ടെന്ന് പറയുന്നു, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയൊക്കെ അപ്പുറത്തുണ്ട്, UDF-ൻ്റെ കൂടെയുണ്ട്. ആ UDF-ൽ അവരെ എടുത്തതിൽ ലീഗിന് അഭിപ്രായ മുറുമുറുപ്പുണ്ട്, സമസ്തയ്ക്ക് മുറുമുറുപ്പുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിക്കാരുടെയും പിന്നെ ക്രിസ്ത്യാനികളുടെ ചില പ്രശ്നങ്ങളുണ്ട്, അത് മുനമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, BJP-യായിട്ട് ചേരുന്ന വിഷയങ്ങളുണ്ട്, BJP-ക്ക് വോട്ട് കൊടുക്കണ്ട എന്ന് പറയുന്നവരുണ്ട്, BJP-ക്ക് വോട്ട് കൊടുക്കണമെന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ വിഭാഗമുണ്ട്. അങ്ങനെ അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും തിരഞ്ഞെടുപ്പായി മാറി. അങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും തിരഞ്ഞെടുപ്പായി മാറിയപ്പോൾ സ്വരാജിന് വല്ലതും പറയാനുണ്ടോ? താത്വിക ആചാര്യനല്ലേ അദ്ദേഹം, വല്ലതോ പറയാനുണ്ടോ സ്വരാജെ? ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് വേണ്ട, എനിക്ക് അവരുടെ ആരുടെയും വോട്ട് വേണ്ട, എനിക്ക് മതേതര വോട്ട് മതിയെന്ന് പറയാൻ സ്വരാജിന് കഴിയുന്നുണ്ടോ? എനിക്ക് മതേതര വോട്ട് മതി എന്ന് പറയാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയുന്നുണ്ടോ? ആര്യാടൻ മുഹമ്മദിൻ്റെയൊക്കെ പാരമ്പര്യം എന്താ? ആര്യാടൻ മുഹമ്മദൊക്കെ എല്ലാവിധ സത്കർമ്മങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും മതേതരവാദിയായി ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ള, മതേതരവാദിയായി തന്നെ ജീവിക്കുകയും മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തും പറയേണ്ടതാണ് മതേതരവാദികളുടെ വോട്ട് മാത്രം മതി, അല്ലെങ്കിൽ മതത്തിൻ്റെയും ഈ പറയുന്ന വർഗീയവാദികളുടെയും വോട്ട് അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും വേണ്ട എന്ന് പറയണ്ടേ? പക്ഷെ അതൊന്നുമല്ല നടക്കുന്നത്. മുക്കിന് പരത്തി ഒട്ടിച്ച് തേച്ചൊട്ടിച്ച് ഇങ്ങനെ ഇസ്തിരിയിട്ട് എടുക്കുകയാണ്. ഇന്നലെ വരെ PDP മോശമായിരുന്നു, ഇന്നിതാ PDP നല്ലതായിരിക്കുന്നു, സ്വരാജിൻ്റെ വക പ്രസ്താവന വരുന്നു. ഉടൻ തന്നെ മറ്റൊരാളിൻ്റെ പറയുന്നു ഇപ്പോഴും വർഗീയവാദികളാണ് ജമാഅത്ത് ഇസ്ലാമി. ഉടൻ തന്നെ പറയുന്നു അത്ര വർഗീയവാദമില്ല, കുറച്ച് ഉപേക്ഷിച്ചു. ഇങ്ങനെ സതീശനും ഗോവിന്ദൻ മാഷും അതുപോലെ എല്ലാവരും വലിയ രൂപത്തിലാണ് ജാതിക്കാരുടെ അവിടെ ഇറക്കുന്നത്. അപ്പോൾ ജാതിക്കാരുടെയും മതക്കാരുടെയും ഇറങ്ങി അവിടുത്തെ വികസനവും ആദിവാസികളുടെ പ്രശ്നവും വന്യജീവിയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിൻ്റെ കാര്യങ്ങളും സംസ്ഥാനത്തിൻ്റെ പരിസ്ഥിതിയും കാലാവസ്ഥ മാറ്റവും എല്ലാം മാറി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടുത്തെ കാറ്റെന്ന് പറയുന്നത് വർഗീയതയുടെ കാറ്റാക്കി കത്തിച്ചെടുക്കുന്നതിൽ, ആളിക്കത്തിക്കുന്നതിൽ എല്ലാ പാർട്ടികൾക്കും അവസരം കിട്ടി. അവർ തരാതരം പോലെ വർഗീയ പാർട്ടികളെ ഉപയോഗിക്കും, ചർച്ചകൾ നടത്തും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നിട്ടുണ്ട്. അത് തന്നെ ഇപ്പോൾ 3ഓ 4ഓ കഷ്ണമായിട്ടുണ്ട്. പലരും പല രൂപത്തിൽ. തോക്കസ്വാമി വന്ന് പറയുന്നു, ഭദ്രാനന്ദ സ്വാമി ഒരു കാര്യം പറയുന്നു, മറ്റേ സ്വാമിമാർ വേറെ കാര്യം പറയുന്നു, വിജയരാഘവനെ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ വിജയരാഘവൻ ചോദിക്കുന്നു ഏത് സ്വാമി എന്ന് ചോദിക്കുന്നു. സ്വരാജ് പറഞ്ഞു എനിക്കൊരു സ്വാമി അറിയില്ല എന്ന് പറയുന്നു. ഗോവിന്ദൻ പറയുന്നു എനിക്കങ്ങനെ ഓർമ്മ പോലുമില്ല, ഏതോ സ്വാമി വന്ന് ചായ കുടിച്ചിട്ട് പോയി. ഇങ്ങനെ ജഗ പുകയായി അവിടെ സ്വാമിമാരെയും സന്യാസിമാരെയും ഒക്കെ ആക്രമിക്കുകയും അവരങ്ങോട്ട് പോയി പറയുകയും അവർ LDF-ന് പറയുകയും UDF-ന് എല്ലാം കൂടി ജഗ പുകയാണ്. അപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വർഗീയവാദികളെയും ദേശവിരുദ്ധ ശക്തികളുടെയും ഒക്കെ ഒരു താവളമായി മാറി. എന്തിനാണ് 12 കോടി രൂപ ചിലവാക്കി ഇലക്ഷൻ കമ്മീഷനും കോടിക്കണക്കിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിലവഴി. ഇപ്പോൾ തന്നെ 15 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, 140 MLA-മാരും അവിടെ ക്യാമ്പ് ചെയ്യും. പിന്നെ BJP-യുടെയും എല്ലാ പാർട്ടിയുടെയും വലിയ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്ത് പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് വരുന്നു. അങ്ങനെ എല്ലാവരും കൂടി 10-25 കോടി രൂപ പടക്കം പൊട്ടിക്കും പോലെ, ദീപാവലിക്ക് കത്തിക്കും പോലെ കത്തിച്ച് കളഞ്ഞിട്ട് 9-10 മാസത്തേക്ക് എന്ത് ചെയ്യാനാണ്? അതിനിടയിലാണ് ചില സാഹിത്യകാരന്മാരും ചില ആളുകളും ഒക്കെ വന്ന് തള്ളി മറിക്കുന്നത്. നമ്മുടെ ഹരീഷ് വാസുദേവനെ പോലുള്ളവരും ഒക്കെ ഉണ്ട്. 10 മാസത്തേക്ക് സ്വരാജ് നിയമസഭയിൽ വന്നില്ലെങ്കിൽ നിയമസഭ കളങ്കപ്പെട്ടു പോകും. അതുകൊണ്ട് സ്വരാജ് തന്നെ വേണം നിയമസഭയിൽ. സ്വരാജിൻ്റെ ശബ്ദം കേൾക്കുവാനായി നിയമസഭയിലെ ചുവരുകളും അതുപോലെ തന്നെ കസേരകളും മേശയും അവിടുത്തെ ഗാലറികളും അവിടുത്തെ സെക്യൂരിറ്റിക്കാരും ഇത് എഴുതാനിരിക്കുന്നവരും എല്ലാവരും ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ് ആ നയന മനോഹര സുന്ദരമായ നിമിഷത്തിന് വേണ്ടി സ്വരാജിൻ്റെ വാക്കുകൾ കേൾക്കാൻ. എന്തൊരു ഉടായിപ്പ് തള്ളുകളാണ് കരുതുന്നത്. ഒന്നും ചെയ്യാനില്ല. 1-2 സമ്മേളനം മാക്സിമം നടന്നേക്കാം ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. അതിനകത്ത് ആര് MLA ആയി വന്നാലും എത്ര സമയം സംസാരിക്കാൻ അവസരം കിട്ടും? എന്ത് പ്രമേയത്തിന് അവസരം കിട്ടും? ഒന്നും കിട്ടാനില്ല. ഒരു കയ്യടിക്കും കുറച്ച് പരസ്പരം കുറ്റാരോപണത്തിനും പറയാനുള്ള ചാൻസ് കിട്ടുമെന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്, തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെയും അസംബ്ലി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രയൽ റൺ എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ തന്നെ ഭീതിയാകുന്നു. ഇന്നിപ്പോൾ നിലമ്പൂർ കാണുന്ന വർഗീയ വേർതിരിവുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടന്നാൽ കേരളം നാളിതുവരെ ആർജിച്ച സാക്ഷരതയും മതേതരത്വവും എവിടെ പോകും? എല്ലാം അറബിക്കടലിൽ. നമുക്ക് ജാതിക്കാർഡ് ഇറക്കി ജാതി കളിക്കാം.